കാലം കടന്നുപോയി. കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞു. അങ്ങ് ആ കിഴക്കേ ചക്രവാളത്തിൽ ആദിദേവ സൂര്യനാരായണൻ ഉദിച്ചുയർന്നു. അവൻ്റെ കിരണങ്ങൾ എങ്ങും പടർന്നു. ഇന്ന് അവൻ ഓക്കെയാണ്. അവൻ ഓക്കെയായതാണോ അവനെ ഓക്കെയാക്കി എടുത്തതാണോ? കാരണം അവനൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. കാലത്തിൻ്റെ കയ്പുനീര് കുടിച്ചിറക്കിയ ശേഷം പിന്നെ കെട്ടിയ മധുരമാകാം അവൾ. ആദ്യം അവൻ അംഗീകരിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും പയ്യെ പയ്യെ അവൻ അവളുമായി അടുത്തു. അല്ല, അവൾ അടുപ്പിച്ചെടുത്തു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. തങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ അവർ പരസ്പരം പറഞ്ഞിരുന്നു. സത്യത്തിൽ അവൾക്ക് അവനെ ഒരുപാട് നാൾക്ക് മുന്നേ അറിയാമായിരുന്നു. അധികനാൾ ആ ബന്ധം സ്വകാര്യമായി നീണ്ടുപോയില്ല. അത് പരസ്യമായി. രണ്ടുപേർക്കും ജോലിയുള്ളതുകൊണ്ടാകാം, രണ്ടുപേർക്കും കാര്യപ്രാപ്തിയായെന്ന തോന്നലുകൊണ്ടാകാം. രക്ഷകർത്താക്കൾ അതിനെതിരെ നിന്നില്ല. അങ്ങനെ അവർ ഒരുമിച്ചു ദാമ്പത്യത്തിലേക്ക്. അതിനിടയിൽ അവനൊരു യാഥാർത്ഥ്യം മനസ്സിലായി. കൊതിച്ചതിനേക്കാൾ സുന്ദരം കൊതിക്കാതെ കിട്ടിയതിനായിരുന്നു എന്ന്.